സോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 ഒരു മൂഞ്ചിയ സീസണായിരുന്നു എന്ന് ഞാൻ പറയും. കാര്യം, കളിച്ചവനൊട്ട് കപ്പ് കിട്ടിയുമില്ല, ഒരു മൂലക്കിരുന്ന് കരഞ്ഞ ആള് കപ്പും കൊണ്ട് പോവുകയും ചെയ്തു. ഓക്കെ, ഈ ബിഗ് ബോസ് സീസൺ 7 ഷോ കണ്ടിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം, അനീഷ് നല്ലൊരു പ്ലെയറായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ അത് ആ ഉള്ളിലോട്ട് വരുന്നതിൻ്റേതായിട്ടുള്ളൊരു കുറച്ച് നെഗറ്റീവ് സൈഡ് ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ചൊരാളാണ് നമ്മുടെ അനീഷ്. പക്ഷേ എന്തുകൊണ്ടോ കപ്പ് കിട്ടിയില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ശരിക്കും വിന്നർ അനീഷ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഗെയിം ഷോയിൽ വിന്നറിനെ സെലക്ട് ചെയ്യുമ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനം അല്ലാതെ അവർ ആ വിന്നർ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഗെയിമും കൂടി ഒന്ന് അനലൈസ് ചെയ്യണം. അതായത് അവർ 100 ദിവസം അവർ ഗെയിം കളിച്ചത്, അവരുടെ ഗെയിം പോയിൻ്റ്, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ഒരാൾക്ക് കപ്പ് കൊടുക്കാൻ. കളിക്കേണ്ട സമയത്ത് കളിക്കുകയും അഭിപ്രായം പറയേണ്ട സമയത്ത് അഭിപ്രായം പറയുകയും തൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് നിലനിർത്തി 100 ദിവസം അവിടെ പിടിച്ചു നിന്ന അനീഷാണ് ശരിക്കും വിന്നർ. ഒട്ടും അർഹതയില്ലാത്ത ഒരാളിന് കപ്പ് കിട്ടിയതുപോലെയാണ് എനിക്ക് ഈ ബിഗ് ബോസ് സീസൺ 7 തോന്നിയത്. അതെൻ്റെ മാത്രം തോന്നലായിരിക്കും. കാര്യം, ഞാൻ ബിഗ് ബോസ് സീസൺ 7 ഫുള്ള് കണ്ട ഒരാളാണ്. അപ്പോൾ അതെൻ്റെ തോന്നലായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആവാൻ എന്തുകൊണ്ട് യോഗ്യനായിരുന്നു അനീഷ് തന്നെയായിരുന്നു. കപ്പ് കിട്ടിയില്ലെന്നേ ഉള്ളൂ, പക്ഷേ വിന്നർ ശരിക്കും അനീഷ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ.